അധികം പരിശുദ്ധമായ ഖുർആനിനെ പരിചയമുള്ളതും ഓതുന്നതും അതല്ലെങ്കിൽ ചെവി കൊണ്ട് കൂടുതലായി കേട്ടതുമായ ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. ഇൻഷാ അല്ലാഹ് ചെറിയ ചെറിയ ഒരുപാട് സൂറത്തുകളുടെ അർത്ഥങ്ങൾ, അതിന്റെ വ്യാഖ്യാനങ്ങൾ ഒക്കെ ചെറിയ രൂപത്തിൽ നാം മനസ്സിലാക്കിയത്. അപ്പൊ എപ്പോഴും ഓതുന്ന ഒരു സൂറത്താകുന്ന യാസീൻ, അതിന്റെ അർത്ഥം ഇങ്ങനെ മനസ്സിൽ ഓതുമ്പോൾ കടന്നു വന്നാലും ആ ഓത്തിന് പ്രത്യേകമായ ഒരു ബർക്കത്തുണ്ടോ. ഇൻഷാ അല്ലാഹ് ചെറിയ രൂപത്തിൽ നമുക്ക് യാസീൻ എന്താണ്, യാസീനിൽ പറയുന്ന ആശയങ്ങൾ എന്താണ്, അതിന്റെ അർത്ഥം എന്താണ് എന്ന് ചെറിയ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്ത് യാസീനിന്റെ ഒരുപാട് ബഹുമാനങ്ങൾ പല ഹദീസുകളിൽ, സഹിഹായ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചതാണ്. അതിൽ ചില ഹദീസുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞ് പിന്നെ നമുക്ക് യാസീനിലേക്ക് കടക്കാം. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ സൂറത്ത യാസീൻ ഫിൽ ലൈല അസ്ബഹ മഗ്ഫൂറൻ ലഹു. ഒരാള് രാത്രി പരിശുദ്ധമായ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ, രാത്രി സമയത്ത് യാസീൻ സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ അസ്ബഹ മഗ്ഫൂറൻ ലഹു, പ്രഭാതമാകുമ്പോ അവന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും അല്ലാഹ് പൊറുത്തു കൊടുത്തിട്ടുണ്ടാവുന്നു. നമ്മുടെ ഓരോ ദിവസങ്ങൾ, ഓരോ രാത്രികൾ, ഓരോ പകൽ, ഓരോ സമയം, ഓരോ സെക്കൻഡ്, അതൊക്കെ നമ്മുടെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലാഹ് പൊറുത്തു തരണോ എന്നതാണ്. തെറ്റിയാതെ ആർക്കും ജീവിക്കാൻ പറ്റൂല. അതിന്റെ കാലങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ എല്ലാ അടിയാറുകളും തെറ്റ് ചെയ്യുന്നവരാണ്. എന്തെങ്കിലും ഒരു തെറ്റ് മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടേ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ആണ് പല ഇസ്തിഗ്ഫാർ അടക്കമുള്ള പല കാര്യങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതിൽപ്പെട്ട ഒരു വിഷയമാണ് യാസീൻ സൂറത്ത് ഒരാൾ ഓതിയാൽ, രാത്രി ഓതിയാൽ അസ്ബഹ മഗ്ഫൂറൻ ലഹു, അവന്റെ പാപങ്ങൾ മുഴുവനും പ്രഭാതമാകുമ്പോ അല്ലാഹ് മാപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ അതേ ഹദീസിൽ കാണാം, വമൻ ഖറഅ ഹാമീം ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറയുന്ന നാം പറയുന്ന സൂറത്തു ദുഹാൻ. ഈ സൂറത്തു ദുഹാൻ ഒരാൾ രാത്രിയിൽ ഓതിയാൽ അതിന്റെ ഓഫറും അതാണ്, അസ്ബഹ മഗ്ഫൂറൻ ലഹു, പ്രഭാതമാകുമ്പോ അവന്റെ പാപങ്ങളൊക്കെ പൊറുത്തു കൊടുത്തിട്ടുണ്ടാവും. അപ്പോ നാം എപ്പോഴും വെറുതായിട്ട് ഓതുന്ന പല സൂറത്തുകൾ, യാസീൻ സൂറത്ത്, സൂറത്തു ദുഹാൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ റഹ്മാൻ, സൂറത്തുൽ ദഹർ, ഇതൊക്കെയും എല്ലാ ദിവസവും പതിവായി ഓതുന്ന ആളുകളുണ്ട്. ആ ഓതുന്ന സമയത്ത് ആ സൂറത്തിന്റെ മഹത്വങ്ങളും മനസ്സിൽ കരുതിയിട്ട് ഓതിയാൽ അതിന് വലിയ ബർക്കത്തുണ്ടോ. വൈകുന്നവർ പഠിച്ച അറിഞ്ഞ ആളുകളായിരിക്കും. എന്നാലും യാസീൻ സൂറത്ത് ഓതുമ്പോ ഇതൊക്കെ മനസ്സിൽ കരുതുമ്പോ, രാത്രി ഓതുമ്പോ പഠിച്ചവന് ഈ രാത്രിയുടെ ഓത്തിന് വലിയ ബർക്കത്തുണ്ടല്ലോ, സുബയാകുമ്പോ എന്റെ ദോഷങ്ങളൊന്നും പൊറുത്തു തരുമല്ലോ എന്ന നിയ്യത്തോടെ ഓതുന്നുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് അതിന് പ്രത്യേകമായ ഒരു പുണ്യം നമുക്ക് കൈവരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ മറ്റൊരു ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ബഖറ സിനാമുൻ വദിറുവ. സൂറത്തുൽ ബഖറ എന്ന് പറയുന്ന സൂറത്ത് വലിയ സൂറത്താണ്. ഈ അൽ ബഖറ സൂറത്ത് എന്ന് പറഞ്ഞാൽ സിനാമുൻ വദിറുവത്തുൻ. സിനാം എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ ഫ്രണ്ടിൽ കാണുന്ന പൂഞ്ഞം എന്ന് പറയും അല്ലെ, അങ്ങനെ അതാണ് ഒട്ടകത്തിന്റെ ഒരു ഡെക്കോർ എന്ന് പറഞ്ഞാൽ, ഭംഗി എന്ന് പറഞ്ഞാൽ അതാണ്. ഒട്ടക നല്ല നല്ല ഭംഗിയുള്ളത് ആളുകൾ നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് നമുക്ക് അതിന് ചോയ്സ് ഇല്ല. അറബികളൊക്കെയും അതിന് ചോയ്സ് ചെയ്യുന്നത് അതിന്റെ ആ ഊഞ്ഞം നോക്കിയിട്ടുണ്ട്. സിനാം എന്ന് പറഞ്ഞു അറബി എന്ന് പറഞ്ഞാൽ അമ്പ് എന്നാണ്. അമ്പ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ, റോഡിലല്ലോ. അത് എങ്ങനെ വന്ന ഇത് ഈ ഒട്ടകത്തിന്റെ ഈ അംശം കൊണ്ട് വന്നതാണ്. വണ്ടിയെല്ലാം സ്പീഡ് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു പൂഞ്ഞം പോലെ, അതാണ് സിനാം എന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് സൂറത്തുൽ ബഖറ എന്ന് പറഞ്ഞാല് ഖുർആനിന്റെ ഒരു ഡെക്കോറാണ്, ഒരു ഭംഗിയാണ്. എന്നിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു, നസല മഅ കുല്ലി ആയത്തിൻ മിൻഹാ 80 മലക്ക. ഈ അൽ ബഖറ സൂറത്തിന്റെ ഓരോ ആയത്തുകൾ 80 മലക്കുകളുടെ ഉടമ്പടിയോടെ അള്ളാഹ് ഇറക്കിയതാണ്. ഓരോ ആയത്തുകൾ, അൽ ബഖറയാണ് ഖുർആനിൽ ഏറ്റവും അധികം ആയത്തുകളുള്ള സൂറത്ത്. അപ്പൊ ഓരോ ആയത്തുകളും ഇറക്കിയത്
80 മലക്കുകളുടെ ഉടമ്പടിയോടുകൂടിയാണ്. എന്നിട്ട് അഭിവാദങ്ങൾ പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ തഹ്തിൽ അർശ്. ഈ അൽ-ബഖറയുടെ ഒരു ആയത്താണ് ആയത്തുൽ കുർസി. 256-ാമത്തെ ആയത്ത്. ഈ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന ആയത്തുൽ കുർസി എന്ന് നാം പരിചയപ്പെടുന്ന ഈ ആയത്തിനെ അല്ലാഹു തആല പുറപ്പെടുവിച്ചത് മിൻ തഹ്തിൽ അർശ്, അർശിന്റെ താഴ്ഭാഗത്തിൽ നിന്നിട്ടാണ്. എന്നിട്ട് ഈ അൽ-ബഖറ സൂറത്തുമായിട്ട് അത് ചേർന്നതാണ്. അൽ-ബഖറ സൂറത്തുമായിട്ട് അത് ചേർന്നു പോയിരുന്നു. എന്നിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു, അൽ-ബഖറ അത് ഖുർആനിന്റെ ഡെക്കോറാണെങ്കിൽ സൂറത്തു യാസീൻ എന്ന് പറഞ്ഞാൽ അത് ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഖൽബാണ്, ഖുർആനിന്റെ ഹൃദയമാണ് സൂറത്തു യാസീൻ. ലാ യഖറഉഹാ റജുലുൻ യുരീദുല്ലാഹു വദ്ദാറൽ ആഖിറ. അല്ലാഹുവിനെ വിചാരിച്ച് ആഖിറം വിചാരിച്ച് ഒരാൾ പരിശുദ്ധമായ ഖുർആൻ ഓതൂല ഇല്ലാ ഗുഫിറ ലഹു, അവർക്ക് അല്ലാഹു പൊരുത്തം കൊടുത്തിട്ടല്ലാതെ. യാസീൻ ഓതുമ്പോൾ അല്ലാഹുവിന്റെ പൊരുത്തം, അതുപോലെ നാല് ആഖിറം ഇത് മനസ്സിൽ കരുതിയിട്ട് ഒരാൾ ഓതിയാൽ ഇല്ലാ ഗുഫിറ ലഹു, അവർക്ക് അല്ലാഹു പൊരുത്തം കൊടുക്കുന്നതാണ്. എന്നിട്ട് അഭിമാനങ്ങൾ പറഞ്ഞു, ഫഖറഊഹാ അലാ മൗതാകും, ഫഖറഊഹാ അലാ മൗതാകും. ഈ സൂറത്ത് യാസീൻ അത് നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ അടുത്ത് എന്നൊരു അഭിപ്രായമുണ്ട്. മറ്റൊരു അഭിപ്രായം മരണം ആസന്നമായ ആളുടെ അടുത്ത്, മരിക്കാൻ കിടക്കുന്ന സക്കറാത്തിന്റെ അഹ്വാലിലുള്ള മനുഷ്യൻ എന്ന വ്യാഖ്യാനം പറഞ്ഞ ആളുകളുണ്ട്. മറ്റൊന്ന് മരിച്ചു കഴിഞ്ഞ് മയ്യത്തുണ്ട്, ആ മയ്യത്തിന്റെ അടുത്തും നിങ്ങൾ ആ സൂറത്ത് യാസീൻ നിങ്ങൾ ഓതുക സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ടാണ് മരിച്ച വീട്ടിലും മരിക്കാൻ കിടന്ന ആളുടെ അടുത്ത് പോയാലും യാസീൻ ഓതുന്നത്. ഇതൊക്കെ സഹിഹായ ഹദീസുകളാണ്. അപ്പോ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ, യാസീൻ സൂറത്തിന്റെ ബഹുമാനങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസുകൾ അഭിമാനങ്ങൾ പഠിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ഓരോന്നായിട്ട് പഠിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് യാസീന്റെ അർത്ഥത്തിലേക്ക് കടക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ജീവിതത്തിൽ ഓരോരുത്തരും സദസ്സിലുള്ള എല്ലാ യാസീൻ ഓതാത്ത ആളുകളില്ല, ഓതാൻ അറിഞ്ഞില്ലെങ്കിൽ യാസീൻ ഓതുമ്പോ അത് കേൾക്കാത്ത ആളുകളില്ല. എല്ലാവരും ജീവിതത്തിൽ പതിവാക്കിയ ഒരു സൂറത്താണ് യാസീൻ. ധാരാളമാണ് നമ്മുടെ ജീവിതത്തിൽ വളർച്ചവന് പഠിച്ചത് മുതൽ ഇന്ന് വരെ നിങ്ങൾ ഓതിയവരാണ്. അത് കാരണം നമ്മുടെ ജീവിതത്തിൽ വന്ന പാവങ്ങൾ മുഴുവനും നിങ്ങൾക്ക് നീ പൊരുത്തു തരണേ അല്ലാഹ്. നാലാഖിറത്തിൽ പടച്ചവനെ യാസീൻ സൂറത്ത് നമുക്കൊരു ശഫാഅത്ത് ചെയ്യുന്ന ഒരു ഷഫീആയി നമ്മുടെ മുന്നിലേക്ക് നീ എത്തിച്ചു തരണേ റഹ്മാനെ. നാം ഓതിയ യാസീൻ പടച്ചവനെ മഖറജിന്റെയോ തജ്വീദിന്റെയോ പ്രശ്നങ്ങൾ വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ പടച്ചവനെ യാ അല്ലാഹ് മുഴുവൻ നീ പരിഹരിച്ചു തരണേ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെയായി ഞങ്ങൾ ഓതിയ ഖുർആനിന്റെ ഓരോ അർഫുകളും ഞങ്ങൾക്ക് നാഫിയാക്കി തരണേ റബ്ബേ. അല്ലാഹ് ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രോഗികളുടെ ഞങ്ങളുമായി ദുആ വസിയത്ത് ചെയ്ത രോഗികളുടെ സർവ്വ രോഗങ്ങൾക്കും നീ ശിഫാ നൽകണേ അല്ലാഹ്. മാനസികമായ ബുദ്ധിമുട്ടുകൾ മുഴുവൻ നീ നീക്കി തരണേ അല്ലാഹ്. സാമ്പത്തികമായ തളർച്ചകളിൽ നിന്ന് ഖുർആൻ കാരണമായി ഞങ്ങൾക്ക് നീ ഉയർച്ച നൽകണേ റബ്ബേ. അല്ലാഹ് ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളുടെ നാട്ടുകാർ സ്നേഹിതന്മാർ ആഫിയത്തോടുകൂടിയുള്ള ദീർഘ ആയുസ് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാവിധ അപകട മരണങ്ങൾ പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന് അല്ലാഹ് അവരെയും നാട്ടുകാരായ ഞങ്ങൾ നമ്മുടെ കുടുംബങ്ങളെ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ദുആ വസിയത്ത് ചെയ്ത ഓരോ മുഅ്മിനാത്തുകളെയും നീ കാക്കണേ റബ്ബേ. അല്ലാഹ് മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളുടെ ഖബറും നീ സ്വർഗമാക്കണേ അല്ലാഹ്. അവർക്ക് വേണ്ടി ഞങ്ങൾ എപ്പോഴും യാസീൻ ഓതി ഹജ്ജ് ചെയ്യുന്നു റബ്ബേ. കൂടുതലായി ഞങ്ങൾ യാസീൻ ഓതുന്നത് മരിച്ചുപോയ ആളുകളെ ഓർത്തിട്ടാണെങ്കിൽ ആ യാസീനിന്റെ കാരണമായി അവരുടെ ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാഹ്. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകല്ലാഹ്, മർഹമത്ത് നൽകല്ലാഹ്. ഞങ്ങൾ ഓതിയ യാസീൻ മരിച്ചുപോയ ആളുകൾ അവരുടെ ജീവിതത്തിൽ ഓതിയ യാസീൻ ഖബറിൽ വെളിച്ചം കിട്ടാൻ, ഖബർ സന്തോഷമായി കിട്ടാൻ നീ ഒരു സബബാക്കണേ റഹ്മാനെ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى
ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير صلى الله على محمد